ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ, വീട്ടിലൊരു എണ്ണ ഉണ്ടാക്കണ്ടേ. നമ്മൾ സ്ഥിരം ഇവിടെ വീട്ടിൽ കാച്ചുന്ന എണ്ണ, വെളിച്ചെണ്ണ എങ്ങനെ നമ്മൾ കാച്ചിട്ട് മുടിക്ക് തേക്കുക എന്നുള്ളതാ. എന്തൊക്കെ ഇട്ടിട്ടാ നമ്മൾ വെളിച്ചെണ്ണ കാച്ചുക എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കാണിച്ചത് അപ്പം ആദ്യം ചെമ്പരത്തി, 5 ഇതളുള്ള ചെമ്പരത്തി പൂവ്, ഏത് കളർ വേണമെങ്കിലും എടുക്കാം. പിന്നെ തുളസി, എന്നാലും വെളുത്തത് കുറച്ചുകൂടെ നല്ലത്, വെളുത്ത ചെമ്പരത്തി. ഇത് തുളസി, ഇത് ഉലുവ, ഇത് കുരുമുളക്. കുരുമുളക് ഇത്രയൊന്നും വേണ്ട, നമ്മൾ കുരുമുളക് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചെടുത്ത് വെച്ചത്, ഇതിൻ്റെ പകുതി മതി കുരുമുളക്. പിന്നെ ഇത് അലോവേര, കറ്റാർ വാഴ, പിന്നെ ഇത് കുറച്ച് ഒത്തിരി കറിവേപ്പില. ഇത് കടന്ന് മേടിച്ചതല്ല, നമ്മൾ ഇവിടെ തന്നെ പറിച്ചതാ. പിന്നെ ഇത് നെല്ലിക്ക, കുറച്ചൊത്തിരി നെല്ലിക്ക, കുറച്ചൊത്തിരി കറിവേപ്പില, പിന്നെ മൈലാഞ്ചിയുടെ ഇല. ഇത് ഇത്രയും കൂടിയിട്ട് അരച്ചിട്ട് നമ്മൾ എണ്ണയുടെ കൂടിയിട്ട് കാച്ചി. തുളസി കൂടി വേണം. തുളസി ഇതാ ഇതെല്ലാം നമ്മളിപ്പോൾ ജാറിലിട്ടിട്ട് എല്ലാം ഒന്നിച്ചിട്ട് അരയ്ക്കും. ചെമ്പരത്തി ഇട്ടു, ഇത് മൈലാഞ്ചി, കറിവേപ്പില, നെല്ലിക്ക, ഉലുവ, കുരുമുളക് ഇത്ര മതി. മതിയല്ലോ, കുറച്ച് മതി, കുറവ് മതി. ഇത്ര എന്താ കുരുമുളക്, പിന്നെ അലോവേര, പിന്നെ തുളസി ലാസ്റ്റ്, ചുമന്ന തുളസി. ഇത് നമ്മളിപ്പോ നെല്ലിക്ക മാത്രം പുറത്തുനിന്ന് മേടിച്ചതുള്ളൂ തോന്നുന്നു. നെല്ലിക്ക മാത്രം പുറത്തുനിന്ന് മേടിച്ചു, ബാക്കിയെല്ലാം ഇവിടുത്തെ പ്രോഡക്റ്റാ. ശരി. പിന്നെ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ മില്ല്, നമ്മുടെ ഇവിടെ വീട്ടിന്റെ താഴെ തന്നെ മില്ലുണ്ടല്ലോ, ആ മില്ല് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ മേടിച്ചതാ, ഫ്രഷ്. അപ്പൊ ഇതാ വെളിച്ചെണ്ണ, നമ്മുടെ താഴത്തെ മില്ലിൽ നിന്ന് മേടിച്ച നല്ല പ്യോർ വെളിച്ചെണ്ണ. മില്ലിനൊരു പ്രൊമോഷൻ ആവട്ടെ, വനിത ഓയിൽ മിൽ. നമ്മുടെ വീടിന്റെ താഴെ തന്നെ മലയാളികൾ നടത്തുന്ന ഒരു മില്ല. അവിടുന്ന് നമ്മൾ സ്ഥിരം വെളിച്ചെണ്ണ, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ പൊടികൾ ഐറ്റംസ് ഒക്കെ നമ്മൾ മേടിക്കുന്ന ആ മില്ലിൽ നിന്ന്. അങ്ങനെ അവിടുന്ന് മേടിച്ച ശുദ്ധമായ വെളിച്ചെണ്ണ. അപ്പൊ നമ്മൾ ആ എടുത്ത് വെച്ച സാധനങ്ങൾ അരയ്ക്കാൻ പോവാ. കുറച്ച് സമയം എന്റെ കുളിയൊക്കെ കഴിഞ്ഞു, ചിക്കുക്കുട്ടിന് ഉറങ്ങായിരുന്നു. അപ്പൊ ഈ മിക്സിയുടെ സൗണ്ട് കേട്ട് അവൻ എണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, അവനങ്ങനത്തെ സൗണ്ടിന്റെ പ്രശ്നമൊന്നുമില്ല, എന്നാലും എണിക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അരയ്ക്കാൻ പോവാം. അപ്പൊ നമ്മൾ അരയ്ക്കാൻ പോവാം. അപ്പോ നമ്മളിത് അരച്ചു, ഇതാ ഇങ്ങനെ പേസ്റ്റ് ആവണം. നല്ല കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കാം, അല്ലെങ്കിൽ അറിയത്തില്ല, മിക്സി കേടായി പോകും. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചു. അപ്പൊ നമ്മൾ ഗ്യാസ് കത്തിച്ചു, ഇരുമ്പിന്റെ ചീഞ്ചട്ടി വെച്ചു. അപ്പോൾ എണ്ണ ഈ പരിവായി, ഇങ്ങനെ ബബിൾ പരിവ് ആവുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയം ഗ്യാസ് കുറച്ച് വെക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്തെങ്കിലും കടിയിലിടുമ്പോൾ ഇങ്ങനെ പതറും.
ഇട്ടടനെ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇത് തിളച്ച് നല്ല ബ്രൗൺ കളറാവും. അപ്പോൾ ഓഫാക്കാം. തിളച്ച് വരട്ടെ. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ ഇന്നൊരു ദിവസം ഫുള്ള് ഇത് ഈ ഇരുമ്പ് ചട്ടിയിൽ വെക്കും. ഇരുമ്പിന്റെ സത്ത് ഇറങ്ങാൻ വേണ്ടി നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചട്ടിയിൽ വെക്കും. ഗ്യാസ് ഓഫ് ചെയ്യാം. മതി. ഇങ്ങനെയിട്ട് നമ്മൾ ഇനി നാളെ കുപ്പിയിലോട്ട് അരിച്ച് മാറ്റും. ഇത്രേ ഉള്ളൂ നമ്മുടെ എണ്ണയുടെ പ്രോസസ്. ചിക്കോ ചിക്കോ മലയാളം അപ്പോൾ നമ്മുടെ എണ്ണ കാച്ചുന്ന വീഡിയോ എല്ലാവരും കണ്ടോ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ ഇങ്ങനെ നമ്മൾ കാച്ചിയെടുത്ത് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് ഇനി എല്ലാവരും നമ്മുടെ വീട്ടിലെല്ലാവരും നമ്മൾ ഇതാ തേക്കുന്നത്. ഞാൻ, മമ്മി, അബിയേട്ടന്, ഇപ്പം ചിക്കു, ഞങ്ങളെല്ലാവരും. പപ്പ മാത്രം വേറെ പാരഷൂട്ട്. ഇത് ഇയർഫോണ് നല്ലതാ. ഇതിലിട്ടിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ ഗുണം നിങ്ങൾക്ക് അറിയാമല്ലോ. ചെമ്പരത്തി, പിന്നെ ചെമ്പരത്തി മുടി വളരാൻ നല്ലതാ. പിന്നെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാൻ ഉലുവ, മൈലാഞ്ചി, പിന്നെ കുരുമുളക്, പിന്നെന്തോ തുളസി, പിന്നെന്തായിരുന്നു നെല്ലിക്ക. ഇതൊക്കെ നല്ലതാ. മുടിക്ക് ഹെയർ ഫോളിനും ഹെയർ ഗ്രോത്തിനും മുടി നരയ്ക്കാതിരിക്കാനും ഒക്കെ കൂടിയുള്ളൊരു എണ്ണയായത്. അപ്പോൾ ഇതാണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ മമ്മിയുടെ കാർക്കൂന്തലിൻ്റെ രഹസ്യം. ശരി, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് do share, subscribe. Bye.